നൂറ്റാണ്ടുകളായി ലോക വജ്ര വ്യാപാരത്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന ബെൽജിയത്തിലെ ആന്റ്വെർപ്പ് നഗരം, നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്ര വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഡയമണ്ട് ക്വാർട്ടേഴ്സ്, അവിടെ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന സെക്യൂർ ആന്റ്വെർപ്പ് ഡയമണ്ട് ഏരിയയിലെ ഡയമണ്ട് സെന്റർ, കോടാനുകോടി രൂപ വിലമതിക്കുന്ന കണ്ണഞ്ചിപ്പിക്കും വജ്രശേഖരം സൂക്ഷിക്കപ്പെട്ടിരുന്ന, ഒരിക്കലും തകർക്കുവാൻ സാധിക്കില്ല എന്ന് വാദിക്കപ്പെട്ടിരുന്ന സെന്ററിനുള്ളിലെ അണ്ടർഗ്രൗണ്ട് വോൾട്ട്. വെറും വാദമായിരുന്നില്ല ഈ വോൾട്ടിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ. വോൾട്ടിനുള്ളിൽ കടക്കുവാനുള്ള ആദ്യത്തെ കടമ്പ 0 മുതൽ 99 വരെയുള്ള 4 2 ഡിജിറ്റ് നമ്പറുകൾ ചേർന്ന ഒരു ലോക്ക് കോഡ്. വോൾട്ടിന്റെ വാതിൽ തുറന്നാൽ ഉടൻ പ്രവർത്തിക്കുന്ന മാഗ്നറ്റിക് അലാം. ഏതൊരു വോൾട്ട് കവർച്ചയും തടയുവാൻ വോൾട്ടിന്റെ മുകൾ നിലയിൽ അൾട്രാ മോഡേൺ തോക്കുകളുമായി സദാ ജാഗരൂകരായിരിക്കുന്ന സെക്യൂരിറ്റി ഫോഴ്സ്. വോൾട്ടിനുള്ളിൽ മനുഷ്യ ശ്വാസത്തിന് പോലും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ വ്യതിയാനം പോലും അളക്കുന്ന ഇൻഫ്രാറെഡ് ഹീറ്റ് ഡിറ്റക്ടറുകളും, സൂക്ഷ്മമായ ചലനങ്ങൾ പോലും ഡിറ്റക്ട് ചെയ്യുന്ന ഡോപ്ലർ റഡാറുകളും. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള, ഒരിക്കലും ഭേദിക്കുവാൻ സാധിക്കില്ല എന്ന് വാദിക്കപ്പെട്ടിരുന്ന ഈ ഡയമണ്ട് വോൾട്ടിലെ വജ്രശേഖരം മോഷ്ടിക്കപ്പെട്ടു. ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ലോകം ഞെട്ടലോടെ കണ്ട ഈ മോഷണ കഥ ആരംഭിക്കുന്നത് ഇറ്റലിയിലെ ട്യൂറിൻ നഗരത്തിലാണ്. കഥയുടെ പ്രധാന സൂത്രധാരൻ വജ്രവ്യാപാരിയായ ലിയനാർഡോ നോട്ടാബർത്താലോ. വളരെ ചെറുപ്രായത്തിൽ തന്റെ ടീച്ചർമാരുടെ ബാഗുകളിൽ നിന്നും മോഷണം ആരംഭിച്ച നോട്ടാബർത്താലോ പതിയെ വലിയ കൊള്ളകൾ നടത്തി ട്യൂറിനിലെ അതിസമ്പന്നനായി മാറുകയായിരുന്നു. സ്വന്തമായ ഒരു ഡയമണ്ട് സ്റ്റോർ തുടങ്ങുവാൻ തക്ക വജ്രശേഖരം ചെറിയ കാലയളവ് കൊണ്ട് തന്നെ നോട്ടാബർത്താലോ സ്വന്തമാക്കി. എന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുകയായിരുന്നില്ല. ഇനിയും വലിയ ലക്ഷ്യങ്ങൾ തന്റെ മനസ്സിൽ കുറിച്ചിട്ടിരുന്ന നോട്ടാബർത്താലോയുടെ അടുത്ത ലക്ഷ്യം ലോക വജ്രവ്യാപാര തലസ്ഥാനമായ ആന്റ്വെർപ്പ് നഗരമായിരുന്നു. ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഡയമണ്ട് സെന്റർ വോൾട്ടിലെ വജ്രശേഖരം മോഷ്ടിക്കുവാനായി ഇറ്റാലിയൻ അധോലോകത്ത് നിന്ന് ഒരു ഡ്രീം ടീമിനെ നോട്ടാബർത്താലോ കണ്ടുപിടിക്കുന്നു. അലാം സിസ്റ്റങ്ങളിൽ പ്രാവീണ്യമുള്ളതും ഇലക്ട്രോണിക് എക്സ്പേർട്ടുമായ ഏലിയോ ജൊണോറിയോ എന്ന ദ ജീനിയസ്, ഇലക്ട്രീഷ്യനും മെക്കാനിക്കും കൂടാതെ ഒരു ആചാനബാഹുവുമായ ഫെർഡിനാഡോ ഫിനോട്ടോ എന്ന ദി മോൺസ്റ്റർ, എത്ര സങ്കീർണമായ താക്കോലുകളുടെയും താഴികളുടെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എക്സ്പേർട്ട് കീ ഫോർജർ, കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആന്റോണിനോ ഫെലോറ്റോ എന്ന ദ കിങ് ഓഫ് കീസ്, നോട്ടാബർത്താലോയുടെ ദീർഘകാല സഹായിയായിരുന്ന പിയട്രോ തവാനോ എന്ന ദ സ്പീഡി, ദ സ്കൂൾ ഓഫ് ടൂറിൻ എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ 5 അംഗ സംഘം ആന്റ്വെർപ്പ് ഡയമണ്ട് സെന്റർ കൊള്ളയടിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. ദീർഘനാളത്തെ മോഷണ പരമ്പരകളിൽ നിന്നും താൻ സ്വരൂപിച്ച വജ്രശേഖരത്തിലെ ഒരു ഭാഗം ആന്റ്വെർപ്പ് ഡയമണ്ട് സെന്ററിലെ വോൾട്ടിൽ നിക്ഷേപിച്ച് അങ്ങനെ അവരുടെ ഒരു ക്ലയന്റായി മാറുക എന്നതായിരുന്നു നോട്ടാബർത്താലോയുടെ ആദ്യ നീക്കം. തന്റെ വജ്രശേഖരവുമായി സെന്ററിലെത്തിയ നോട്ടാബർത്താലോ ഒരു സംശയങ്ങൾക്കും ഇട നൽകാതെ സെന്ററിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം വോൾട്ടിനുള്ളിൽ ഒരു ക്ലയന്റായി പ്രവേശിക്കുന്നു. എന്നാൽ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പേനയിൽ ഘടിപ്പിച്ച ഹൈ റെസല്യൂഷൻ ക്യാമറയിലൂടെ വോൾട്ടിന്റെയും അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെയും വോൾട്ടിലെ അറകൾ തുറക്കുവാനുള്ള മോഡേൺ താക്കോലുകളുടെയും വീഡിയോ ദൃശ്യങ്ങൾ അയാൾ പകർത്തുന്നു. തിരികെ ട്യൂറിനിലെത്തി തന്റെ സംഘത്തെ എല്ലാ വിവരങ്ങളും അയാൾ ധരിപ്പിക്കുന്നു. അങ്ങനെ വോൾട്ടിന്റെ ഒരു 1-to-1 റെപ്ലിക്ക ഇറ്റലിയിലെ രഹസ്യ കേന്ദ്രത്തിൽ അവർ നിർമ്മിക്കുന്നു. അവിടെ മാസങ്ങളോളം ചെലവിട്ട് ഡയമണ്ട് കൊള്ളയ്ക്കായുള്ള എല്ലാ വഴികളും അവർ സസൂക്ഷ്മം ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ വ്യക്തമായ ബ്ലൂ പ്രിന്റുകളോടെ 2003 ഫെബ്രുവരി തുടക്കത്തിൽ ഈ 5 അംഗ സംഘം ബെൽജിയത്തിലേക്ക് പുറപ്പെടുന്നു. 2003 ഫെബ്രുവരി 15 പകൽ സമയം. തങ്ങളുടെ നീക്കങ്ങൾ കൂടുതൽ കൃത്യമാക്കുവാൻ നോട്ടാബർത്താലോയും സംഘവും ഡയമണ്ട് സെന്ററിലെത്തുന്നു. നോട്ടാബർത്താലോ ഡയമണ്ട് സെന്ററിന്റെ ക്ലയന്റ് ആയതുകൊണ്ട് തന്നെ ഒരു സംശയങ്ങൾക്കും ഇട നൽകാതെ അയാളും സംഘവും സെക്യൂരിറ്റി ഗാർഡിനൊപ്പം വോൾട്ടിനുള്ളിൽ ഒരു ബിസിനസ് ആവശ്യത്തിനായി എന്ന പോലെ പ്രവേശിക്കുന്നു.
വോൾട്ടിനുള്ളിലെ ലൈറ്റ് വെളിച്ചത്തിൽ കാണാൻ കഴിയാത്തത്ര ഒരു ചെറിയ ക്യാമറ വോൾട്ടിന്റെ വാതിലിന് അഭിമുഖമായി അവർ ഘടിപ്പിക്കുന്നു. വോൾട്ടിനുള്ളിലെ ഇൻഫ്രാറെഡ് ഹീറ്റ് ഡിറ്റക്ടറുകളുടെ പ്രവർത്തനക്ഷമത താൽക്കാലികമായി കുറയ്ക്കുവാൻ അവർ അതിൽ ഹെയർ സ്പ്രേ അടിക്കുന്നു. ഈ ഒരുക്കങ്ങൾക്ക് ശേഷം സംഘം മടങ്ങിപ്പോകുന്നു. ദീർഘനാളത്തെ കാത്തിരിപ്പിനും തയ്യാറെടുപ്പുകൾക്കുമൊടുവിൽ അന്ന് രാത്രി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊള്ളയ്ക്കായി സ്കൂൾ ഓഫ് ട്യൂറിൻ വീണ്ടും ഡയമണ്ട് സെന്ററിലേക്ക് പുറപ്പെടുന്നു. ഡയമണ്ട് സെന്ററിന്റെ വെളിയിലെത്തിയ അവരിൽ ജീനിയസും മോൺസ്റ്ററും കിങ് ഓഫ് കീസും മാത്രം അകത്തേക്ക് പ്രവേശിക്കുന്നു. നോട്ട ബർത്താലോയും സ്പീഡിയും പുറത്ത് കാറിൽ കാത്തിരിക്കുവാൻ തീരുമാനിക്കുന്നു. അകത്തേക്ക് പ്രവേശിച്ചവർ നോട്ട ബർത്താലോയുടെ മെമ്പർഷിപ്പ് കാർഡ് ഉപയോഗിച്ച് വോൾട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു. പ്രവേശന കവാടത്തിനരികെ നേരത്തെ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ പതിഞ്ഞ സെക്യൂരിറ്റി ഗാർഡുകൾ മാത്രം ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി കോഡ് നേരത്തെ മനസ്സിലാക്കിയ സംഘം അതുപയോഗിച്ച് വോൾട്ടിന്റെ വാതിൽ തുറക്കുന്നു. മുകളിലത്തെ നിലയിൽ ക്യാമറകൾ നിരീക്ഷിക്കുന്ന ഗാർഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ അറിഞ്ഞിരുന്ന സംഘം വോൾട്ടിനുള്ളിൽ കടന്നയുടൻ നേരത്തെ കണ്ട് മനസ്സിലാക്കിയ സെക്യൂരിറ്റി ക്യാമറ പൊസിഷനിലേക്ക് കറുത്ത തുണിയെറിഞ്ഞ് അവ മറയ്ക്കുന്നു. ഇതിനുശേഷം മാത്രമാണ് വോൾട്ടിനകത്തെ ലൈറ്റുകൾ അവർ ഓൺ ചെയ്തത്. അതിനാൽ തന്നെ സെക്യൂരിറ്റി ദൃശ്യങ്ങൾ നോക്കുന്ന ഗാർഡുകൾക്ക് വോൾട്ടിനുള്ളിൽ അപ്പോഴും ഇരുട്ടാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. സ്വന്തമായി നിർമ്മിച്ച ഒരു പോളിസ്റ്റർ മറ ഉപയോഗിച്ച് ജീനിയസ് ഇൻഫ്രാറെഡ് ഹീറ്റ് ഡിറ്റക്ടറിൽ നിന്നും സ്വയം രക്ഷിച്ച് വോൾട്ടിനുള്ളിലെ അലാം സെറ്റിങ്ങുകൾ ഡിസേബിൾ ചെയ്യുന്നു. ഇനി അവശേഷിക്കുന്നത് വോൾട്ടിനകത്തെ അറകൾ തുറക്കുന്ന ഏറ്റവും നിർണായകമായ ജോലി. നോട്ട ബർത്താലോയുടെ പെൻ ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് കിങ് ഓഫ് കീസ് ഉണ്ടാക്കിയ കള്ളത്താക്കോൽ അവർ വോൾട്ട് അറയിൽ പ്രയോഗിക്കുന്നു. ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് പതിറ്റാണ്ടുകളായി വിശ്വസിച്ചിരുന്ന ഡയമണ്ട് സെന്ററിന്റെ അറകൾ അങ്ങനെ സ്കൂൾ ഓഫ് ട്യൂറിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നു. $100 മില്യൺ, അതായത് ഏകദേശം 1000 കോടി രൂപ വിലമതിക്കുന്ന കണ്ണഞ്ചിപ്പിക്കും വജ്രശേഖരം അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് അവർ കവർ ചെയ്തു. ഡയമണ്ട് സെന്ററിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത കാറുമായി കാത്തിരുന്ന നോട്ട ബർത്താലോയുടെ അടുത്തേക്ക് സംഘം ഓടിയെത്തുന്നു. ഡ്രൈവർ സീറ്റിൽ സ്പീഡിയും. ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ രേഖകളും മോഷണ സാമഗ്രികളും മറ്റും വലിയ കവറുകളിലാക്കി അവർ ഡിക്കിയിൽ വെക്കുന്നു. കാർ ഇറ്റാലിയൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇത്രയും വലിയ ഒരു കൊള്ള നടത്തി കോടികൾ വിലമതിക്കുന്ന വജ്രവുമായി യാത്ര ചെയ്യുന്ന സ്പീഡി പക്ഷെ പതിയെ ഭയപ്പെട്ടു തുടങ്ങുന്നു. തങ്ങൾ പിടിയിലായേക്കും എന്ന പരിഭ്രാന്തിയോടെയാണ് അയാൾ വാഹനം ഓടിച്ചത്. തങ്ങൾക്ക് പിന്നാലെ വരുന്ന കാറുകളും റോഡിലൂടെ പോകുന്ന പോലീസ് വാഹനങ്ങളുടെ ശബ്ദങ്ങളും അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു. എത്രയും പെട്ടെന്ന് കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകൾ ഉപേക്ഷിക്കണമെന്ന് അയാൾ നിർബന്ധം പറയുന്നു. മറ്റു നിവൃത്തിയില്ലാതെ ബെൽജിയൻ അതിർത്തി കടക്കും മുന്നേ തെളിവുകൾ ഉപേക്ഷിക്കുവാനായി നോട്ട ബർത്താലോ നിർബന്ധിതനാകുന്നു. ജനസഞ്ചാരമില്ലാത്ത ഒരു പാതയോരത്ത് കാർ നിർത്തുന്നു. തെളിവുകൾ കത്തിച്ച് നശിപ്പിക്കുവാനുള്ള സുരക്ഷിതമായ ഒരു സ്ഥലം അന്വേഷിച്ച് നോട്ട ബർത്താലോ അടുത്തുള്ള കാടിനുള്ളിലേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് പരിഭ്രാന്തനായ സ്പീഡി നോട്ട ബർത്താലോ തിരികെ എത്തും മുൻപേ തെളിവുകളെല്ലാം റോഡിന് കുറച്ചകലെയുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി കവറിൽ നിന്നും പുറത്തെടുത്ത് വലിച്ചെറിയുന്നു. തിരികെ എത്തിയ നോട്ട ബർത്താലോ ഇത് കണ്ടുകൊണ്ട് ഓടിയെത്തിയെങ്കിലും തെളിവുകളുടെ മുക്കാൽ ഭാഗവും ചിതറിപ്പോയതുകൊണ്ടും കൂടുതൽ സമയം അവിടെ നിൽക്കുവാൻ സാധിക്കാത്തതുകൊണ്ടും ബാക്കി തെളിവുകളും അവിടെ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്നു. എങ്കിലും തങ്ങൾ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിൽ അവർ ട്യൂറിനിൽ എത്തിച്ചേരുന്നു. പിറ്റേ ദിവസം രാവിലെ വോൾട്ടിലെത്തിയ ഡയമണ്ട് സെന്റർ ഉദ്യോഗസ്ഥർ വോൾട്ട് കൊള്ളയടിക്കപ്പെട്ടു എന്ന് കണ്ട് പോലീസിനെ വിവരമറിയിക്കുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള തെളിവുകളും പോലീസിന് ലഭിക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. കുറച്ചാളുകൾ ബെൽജിയൻ അതിർത്തിക്ക് സമീപമുള്ള കാടുകളിൽ ട്രെക്ക് ചെയ്യുവാനായി പോകുന്നു. അവർ ട്രെക്കിങ്ങിനിടെ കാടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചില ഡോക്യുമെന്റുകളും റെസീറ്റുകളും ബിസിനസ് കാർഡുകളും പകുതി കഴിച്ച ഒരു പോർക്ക് സാൻഡ്വിച്ചും കണ്ടെത്തുന്നു. ഡയമണ്ട് സെന്ററിലെ ചില ഡോക്യുമെന്റുകളും ഇതിൽ ഉണ്ടായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അവർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുന്നു. തങ്ങൾ അന്വേഷിക്കുന്ന കൊള്ളയുമായി ഈ സാധനങ്ങൾക്ക് ബന്ധമുണ്ടെന്നറിഞ്ഞ് അവിടേക്കെത്തിയ പോലീസിന് ഏറ്റവും തുണയായത് പകുതി കഴിച്ച് ബാക്കിയാക്കിയ ആ പോർക്ക് സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ചിനൊപ്പം അതിൻ്റെ ബില്ലും ഉണ്ടായിരുന്നു. ആ ബില്ലിലെ കടയും അത് വാങ്ങിയ സമയവും വെച്ച് ആ കടയിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുത്ത പോലീസ്
നോട്ട ബർത്തലോയെ തിരിച്ചറിയുന്നു. ഒപ്പമുണ്ടായിരുന്ന അസാധാരണ ഉയരമുള്ള ഇറ്റാലിയൻ അധോലോക നായകൻ മോൺസ്റ്റർ എന്ന ഫിനോറ്റോയെ. സാൻഡ്വിച്ചിൽ പറ്റിയിരുന്ന ഉമിനീര് DNA സാമ്പിളിന് വിധേയമാക്കിയപ്പോൾ സ്പീഡിയും പോലീസ് നിരീക്ഷണത്തിലാകുന്നു. എന്നാൽ പോലീസ് ഈ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല. ഡയമണ്ട് സെന്ററിലെ ക്ലയന്റായ നോട്ട ബർത്തലോ തന്നെ ആരും സംശയിക്കാതെ ഇരിക്കാനും തനിക്കിതിൽ പങ്കൊന്നുമില്ല എന്ന് കാണിക്കുന്നതിനുമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡയമണ്ട് സെന്ററിലേക്ക് തിരികെ എത്തുന്നു, തനിക്കെതിരെ അന്വേഷണം എത്തി എന്നറിയാതെ. എന്നാൽ അവിടെ എത്തിയ നോട്ട ബർത്തലോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നാലെ കൂടെയുള്ള സംഘവും പോലീസ് കസ്റ്റഡിയിലാകുന്നു. തെളിവുകളെല്ലാം നിരത്തി പോലീസ് ശക്തമായൊരു കേസ് അവർക്കെതിരെ ഫയൽ ചെയ്യുന്നു. അങ്ങനെ 2005 നോട്ട ബർത്തലോയ്ക്ക് 10 വർഷം തടവും കൂട്ടുപ്രതികൾക്ക് 5 വർഷം തടവും ബെൽജിയം കോടതി വിധിക്കുന്നു. എന്നാൽ വിചാരണയിലുടനീളം നോട്ട ബർത്തലോയും സംഘവും ഈ കുറ്റം നിഷേധിക്കുകയും മറ്റൊരു വലിയ വജ്ര വ്യാപാരി ഇൻഷുറൻസ് ഫ്രോഡിനായി നടത്തിയ കൊള്ള തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തതാണെന്ന് വാദിക്കുകയും ചെയ്തു. മോഷ്ടിക്കപ്പെട്ട $100 മില്യൺ വിലമതിക്കുന്ന വജ്രശേഖരമാകട്ടെ കണ്ടുകിട്ടിയതുമില്ല. 2017 നോട്ട ബർത്തലോയും അതിനു മുൻപ് മറ്റു കൂട്ടുപ്രതികളും ജയിൽ മോചിതരായി പുറത്തു വരികയും ചെയ്തു. $100 മില്യൺ വിലമതിക്കുന്ന ആ വജ്രശേഖരമോ അതെവിടെയെന്നത് ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു. മോഷ്ടിക്കപ്പെട്ട ആ വജ്രശേഖരത്തിന്റെ മൂല്യവും അതിനിയും കണ്ടെത്താനായില്ല എന്ന കാരണം കൊണ്ടും ഹേസ്റ്റ് ഓഫ് ദ സെഞ്ചുറി എന്നറിയപ്പെടുന്ന ആന്റ്വെർപ്പ് ഡയമണ്ട് ഹേസ്റ്റിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye.